നമുക്ക് കാണാം ഗോവിന്ദസ്വാമിയുമായുള്ള പോലീസ് വാഹനം ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ ICP ഓഫീസിലും ക്രൈംബ്രാഞ്ച് ഓഫീസിലുമായി നടന്ന ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ തെളിവ് ഗോവിന്ദസ്വാമിയുമായി പോലീസ് സംഘം ഇതാ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ണൂർ ACPയുടെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സംഘവും സുരക്ഷക്കായി ഉണ്ട്. അല്പസമയത്തിനകം ഇതാ ഇപ്പോൾ ഈ വാഹനത്തിലാണ്, നമ്മളിപ്പോൾ കാണുന്ന ഈ വാഹനത്തിലാണ് ഗോവിന്ദസ്വാമി ഉള്ളത്. നേരിട്ട് തന്നെ അകത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അല്ല, ഇവിടെ ഇറക്കിയതിന് ശേഷം അകത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിപ്പോൾ നമുക്ക് കാണാം ഗോവിന്ദസ്വാമിയുമായി കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ നിന്നുള്ള വാഹനം ഇപ്പോൾ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ നിമിഷങ്ങൾക്കകം തന്നെ ഗോവിന്ദസ്വാമിയെ പുറത്തേക്ക് ഇറക്കും. വലിയ പോലീസ് സുരക്ഷാ വിന്യാസം ഇവിടെയുണ്ട്. നമുക്കറിയാം ഏതെങ്കിലും തരത്തിൽ മറ്റൊരു പാളിച്ച ഇതിലുണ്ടാവാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ജയിലിലെ സുരക്ഷാ വീഴ്ച അത് കാരണമാണ് ഇയാൾ ഇത്തരത്തിൽ ജയിൽ ചാടിയത് എന്ന് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇനി അങ്ങനെ ഒരു പാളിച്ച ഉണ്ടാവരുത് എന്നതാണ് പോലീസ് കരുതുന്നത്. അപ്പോൾ അത്രത്തോളം സുരക്ഷാ സംവിധാനത്തോടു കൂടിയാണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തേക്ക് തെളിവെടുപ്പിനായി ഗോവിന്ദസ്വാമിയെ എത്തിച്ചിട്ടുള്ളത്. കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ജയിൽ കവാടം കടന്ന് ഇപ്പോൾ ജയിൽ കവാടം തുറന്ന് ഗോവിന്ദസ്വാമി ഇപ്പോൾ അകത്തേക്ക് കയറ്റുകയാണ്. ജയിലിനകത്ത് തെളിവെടുപ്പുണ്ടാകും. പ്രധാനമായും ഈ 10ാം ബ്ലോക്കിലെ B സെല്ലിൽ നിന്നാണ് അവിടുത്തെ ഇരുമ്പ് വാതിൽ മുറിച്ച് ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയത്. അതിനുശേഷം ക്വാറന്റൈൻ ബ്ലോക്കിലെത്തി. ക്വാറന്റൈൻ ബ്ലോക്കിൽ നിന്നും അത് മറികടന്ന് പിന്നീട് ഇവിടെ വലിയ ടാങ്ക് കുളിക്കാൻ വെള്ളം ശേഖരിക്കുന്ന ടാങ്ക് എടുത്ത് അതിന് മുകളിൽ കയറി ഈ 10ാം ബ്ലോക്കിന് സമീപമുള്ള ക്വാറന്റൈൻ ബ്ലോക്കിന് അപ്പുറമുള്ള വലിയ മതിൽ 7.5 അടി നീളമുള്ള കവാടം മതിൽ കടന്നാണ് ഇയാൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ സെല്ല് മുതൽ ഈ ചാടി രക്ഷപ്പെട്ട സ്ഥലം വരെയുള്ള കാര്യങ്ങൾ അത് തെളിവെടുപ്പായി തന്നെ അതൊരു റീക്രിയേറ്റ് ചെയ്യുക എന്ന് തന്നെയായിരിക്കും പോലീസ് ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനായാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതോടൊപ്പം നേരത്തെ ഒരു നിർണായകമായിട്ടുള്ള മൊഴി കൂടി പുറത്തു വന്നിരുന്നു. തടവുകാരൻ കൂടി ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്, ഈ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അവരെ ആ കാര്യങ്ങൾ കൂടി പോലീസിന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഇയാളെ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇവിടുത്തെ തെളിവെടുപ്പിന് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. പോലീസ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം ഗോവിന്ദസ്വാമി നൽകുന്ന മൊഴി പൂർണ്ണമായി വിശ്വാസത്തിലെടുത്ത് പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിൽ ചിലപ്പോൾ അയാൾ അതിബുദ്ധിമാൻ കൂടിയാണ്. അയാൾ ശാരീരിക പ്രകൃതം മാത്രം കൊണ്ടല്ല, അയാൾ അതിബുദ്ധിമാൻ കൂടിയാണ്. അപ്പോൾ അങ്ങനെ പോലീസിനെ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞു വഴിതെറ്റിക്കുക എന്ന ഉദ്ദേശം അയാൾക്കുണ്ടോ എന്ന സംശയമുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു സ്ഥിരീകരണം ഉണ്ടാക്കുക എന്നതാണ് പോലീസിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ തെളിവെടുപ്പിന് വേണ്ടി ഈ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി പോലീസ് അയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതിനകത്ത് 10ാം ബ്ലോക്കിലെ B സെല്ല് മുതൽ പിന്നീട് ഇയാൾ പുറത്തേക്ക് കടക്കാൻ ഉപയോഗിച്ചിട്ടുള്ള പഴുതുകൾ, അതിനുപയോഗിച്ചിട്ടുള്ള മാർഗങ്ങൾ, അതെല്ലാം റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോലീസ് ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഒരു പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ഗോവിന്ദസ്വാമിയെ തെളിവെടുപ്പിനായി ഇപ്പോൾ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിട്ടുള്ളത്.